വേർത്താണോ ഈ കൊടുത്ത ഹൈപ്പിന് അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. നമ്മളൊക്കെ കൊച്ചിലോട്ട് വിജയ് ഫാനായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ആവശ്യമില്ലാതെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതെന്തായാലും ഒഴിവാക്കണം. ഇതിപ്പോൾ ലേറ്റായി പോയി. ഈ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട ഒരു പടം റേഞ്ച് അല്ല. ഇതൊരു സ്റ്റോറി ഒരു 10 കൊല്ലം മുന്നത്തെ റേഞ്ചിലാണ് തോന്നുന്നത്. നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കൊടുക്കുന്ന കാശിനും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും ഇരുന്ന് കാണാം. ടോട്ടലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കൊടുക്കുന്ന കാശിനും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും ഇരുന്ന് കാണാം. വേർത്താണോ ഈ കൊടുത്ത ഹൈപ്പിന് അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. വേസ്റ്റ് ആവില്ല. വൺ ടൈം ഇരുന്ന് നമ്മളൊരു കമേഴ്ഷ്യൽ ഫിക്ഷണൽ മൂവി കാണുമ്പോൾ അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നിരുന്ന് കണ്ടു പോവാ. ദാറ്റ്സ് ഇറ്റ്. ഓവർ എക്സ്പെക്ടേഷനോ അതൊന്നും വേണ്ട, കാണാൻ പോവാ. അതേ ഉള്ളൂ, ആക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ട്രെയിലറിൽ കണ്ടതല്ലേ. നല്ല മൂമെന്റ്സ് ഉണ്ട് പടത്തിൽ, നല്ല മൂമെന്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നല്ല ക്രിഞ്ചായിട്ടുള്ള സീൻസും ഉണ്ട്. സ്റ്റോറി അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, നമുക്ക് ലിയോയിൽ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സ്റ്റോറിയൊക്കെ കൊള്ളാം, സ്റ്റോറി കൊള്ളാം, കോൺസെപ്റ്റ് കൊള്ളാം, എല്ലാം കൊള്ളാം. ആ വിജയ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ കാണിക്കുന്നതും കൊള്ളാം. തൃപ്തി അതാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഓക്കെ ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് ലാസ്റ്റ് വന്നപ്പോൾ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോൾ ആവശ്യമില്ലാത്ത റെഫറൻസും അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പടം സാധാരണ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തീരാന്ന്. ഇപ്പം പടം 3 മണിക്കൂറുണ്ട്. ഈ ക്രിഞ്ച് സീൻസും സോങ്സും എല്ലാം കൂടെ വെട്ടിക്കഴിച്ചാൽ നീറ്റായിട്ടൊരു 2.5 മണിക്കൂർ പടമുണ്ട്. സത്യമാണ്. കുറച്ച് ആവശ്യമില്ലാത്ത സീൻസൊക്കെ ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത റെഫറൻസ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്ത പടത്തില്ലെങ്കിലും ഈ ഡയറക്ടർമാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇനി ഒരു പടവും കൂടെ ഉള്ളതാണ്. മനസ്സിലായില്ലേ? ക്യാരക്ടറൊക്കെ കൊള്ളായിരുന്നു. രണ്ടുപേരുടെ ക്യാരക്ടർ അച്ഛനായാലും മകനായാലും ക്യാരക്ടർ കൊള്ളാം. അതെ, വില്ലൻ ഷെയ്ഡ് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. നൈസ് വില്ലൻ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം കുറേ നാൾ നമ്മൾ കാണാതിരുന്ന ആ ഒരു ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും കുറ്റമൊന്നുമില്ല. പക്ഷേ മാജിക് പറയാൻ പറ്റും, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാം പടം. പക്ഷേ ആവശ്യമില്ലാത്ത കുറച്ച് റെഫറൻസും സീൻസൊക്കെ ഒന്ന് ഒഴിവാക്കിയ കൊള്ളായിരുന്നു. VFX കൊള്ളായിരുന്നു. പക്ഷേ ഒരു പാർട്ട് വന്നിട്ട് മോശമായിരുന്നു. അതായത് 3 ലുക്കുണ്ടല്ലോ, 3-4 ലുക്കുണ്ട്. അതിൽ തീരെ ചെറുപ്പമായിട്ട് കാണിക്കുന്നതിൻ്റെ പെർഫെക്ഷൻ ഒന്നുമില്ല. പിന്നെ ആവശ്യമില്ലാതെ വിജയകാന്തിൻ്റെ റെഫറൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ മരിച്ചുപോയ ആൾ അങ്ങനെ വിട്ടുവിടും. വെറുതെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് അലമ്പ് സീനൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ബാക്കി ഇവിടെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ സർപ്രൈസസ് ഉണ്ട്. വിജയുടെ റീഏജിങ് ഒക്കെ നല്ല രസമുണ്ട്. ഇഷ്ടമായി സിനിമ, നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമിയോ റോൾസ് ഒക്കെ ഉണ്ട്. എല്ലാവരും നല്ല രസമാണ്. തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഇതിപ്പോൾ ലേറ്റായി പോയി. ഈ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട ഒരു പടം റേഞ്ച് അല്ല. ഇതൊരു സ്റ്റോറി ഒരു 10 കൊല്ലം മുന്നത്തെ റേഞ്ചിലാണ് തോന്നുന്നത്. ആർട്ട് ഡയറക്ഷൻ നന്നായിട്ടുണ്ട്, അതുപോലെ ഡാൻസ് കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ട്, മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. കുറേ അടുത്ത് നല്ല പഞ്ച് ഡയലോഗ്സ് ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഒരുപാട് ലാഗ് ഉണ്ട്. VFX നന്നായിട്ടുണ്ട് കേട്ടോ. VFX ഒക്കെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. അത് വിജയ് സാറിൻ്റെ അഭിനയം, തളപതി നല്ല രീതിയിലുള്ള ആക്ടിങ്ങിലൊന്നും പ്രശ്നമല്ല. പക്ഷേ സ്റ്റോറി ഡയറക്ഷനും ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ മോഹൻ വില്ലനായിട്ട് വരുന്നതൊന്നും അത്രയ്ക്ക് ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കൊള്ളാം, കുറേ സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്, കുറേ ട്വിസ്റ്റുകളുണ്ട്. പക്ഷേ ആ ട്വിസ്റ്റുകളൊക്കെ കുറേ ക്യാമിയോ ഉണ്ട്. പക്ഷേ എന്തായാലും കൊള്ളാം. നമ്മൾ ജയറാമിൻ്റെയൊക്കെ റോൾസൊക്കെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ വലിയ തെറ്റില്ലാത്ത പടമാണ്. പിന്നെ നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് വരുമ്പോൾ ആളുകൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആവും. ആ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ ഓക്കെയാണ്. പടം കൊള്ളാം, സൂപ്പർ പടം. വിഷയം പറയാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഗുഡ്, എൻ്റർടൈനിങ് ആയിരുന്നു. ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ഫിലിമാണ്, എല്ലാവരും കാണുക. വൺ ടൈം വാച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണൽ ഒപ്പീനിയനാണ്. വൺ ടൈം വാച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. VFX കുറച്ച് ഓവറാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് പറയും. എനിക്ക് കുറച്ച് എക്സ്ട്രാ ഹൈപ്പ് ഉള്ള പോലെയൊക്കെ തോന്നി. പിന്നെ വേണ്ടതൊക്കെ ഷൂട്ട് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു പുതുമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നല്ലൊരു എൻ്റർടൈനറായിരുന്നു. നല്ല ഫിലിമായിരുന്നു. പ്രതീക്ഷിച്ച് കുറച്ചുകൂടെ ഹൈപ്പ് പ്രതീക്ഷിച്ചു. ബട്ട് ഗുഡ്. ഒരു ഏകദേശം നമ്മളൊരു 100% പ്രതീക്ഷയിൽ അതിൻ്റെ ഒരു 80% അവർ തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. താങ്ക് യു. കൊള്ളില്ല. അതായത് പടത്തിൻ്റെ മേക്കിംഗ് ഒക്കെ കൊള്ളാം. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് നമ്മളൊക്കെ കൊച്ചിലോട്ട് വിജയ് ഫാനായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ആവശ്യമില്ലാതെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതെന്തായാലും ഒഴിവാക്കണം.